സോ നിങ്ങൾ ഫേസിൽ നിങ്ങൾക്ക് എത്ര മാർക്കും ആയിക്കോട്ടെ 35-40 അടുത്തുണ്ടെങ്കിൽ പഠിച്ചു തുടങ്ങുക. അവിടെ മാത്സ് പാടായി, ഇംഗ്ലീഷ് എളുപ്പമായി, അത് നോക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ ആക്ച്വൽ പരീക്ഷയുടെ മാർക്ക് 42.5 ആണെങ്കിൽ അതിനെ ഇൻടു ഡിഫിക്കൽട്ടി ഇൻഡെക്സ് ചെയ്യും. കഴിഞ്ഞ വട്ടം 47 ആയിരുന്നു കട്ട് ഓഫ്. ഈ തവണ കട്ട് ഓഫ് അതിലും കൂടെ. നമസ്കാരം, കോമ്പറ്റീറ്റീവ് ക്രാക്കറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡിഗ്രി പ്രിലിംസിന്റെ ഫേസ് 1 കഴിഞ്ഞു, ഫേസ് 2 കഴിഞ്ഞു, ഫേസ് 3 കഴിഞ്ഞു. ഇനി ഏകദേശം സെപ്റ്റംബർ മാസത്തിലാണ് നമ്മൾ SI പരീക്ഷ ആയാലും യൂണിവേഴ്സിറ്റി പരീക്ഷ ആയാലും കമ്പനി ബോർഡ് പരീക്ഷ ആയാലും മെയിൻസ് പ്രതീക്ഷിക്കുന്നത് ഏകദേശം സെപ്റ്റംബർ മാസമൊക്കെ ആവുമ്പോഴാണ്. അതവിടെ നിൽക്കട്ടെ. പരീക്ഷയുടെ റിസൾട്ട് വരണവരെ കാത്തിരിക്കണോ പരീക്ഷ പഠിക്കാൻ തുടങ്ങാൻ? അല്ല, എല്ലാവർക്കും അറിയാം അതുവരെ കാത്തിരുന്ന ദിവസം വളരെ കുറവായിരിക്കും, പഠിക്കാനുള്ള സമയം ഉണ്ടാവില്ല. ഇന്നേക്ക് നോക്കിയാൽ പോലും ഏകദേശം 70-ൽ പരം ദിവസങ്ങളേ ഉള്ളൂ. ഏകദേശം 2 മാസത്തിന് തൊട്ട് മുകളിലേ ഉള്ളൂ. 70-75 ദിവസം കിട്ടിയാൽ കിട്ടി, ആ ഒരു അവസ്ഥയിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ പോകുമ്പോൾ എന്താണ് ഈ പരീക്ഷയുടെ അവസ്ഥ? ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ എന്തായിരിക്കും കട്ട് ഓഫ് എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തു. അതിന്റെ പുറത്ത് ഇനി എന്തായിരിക്കും സ്റ്റാൻഡർഡൈസേഷൻ, നോർമലൈസേഷൻ എങ്ങനെയായിരിക്കും വന്ന് ഭവിക്കുക എന്നെല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം നമുക്കറിയാൻ പറ്റും ഏത് ഫേസിനാവും ഗുണം കിട്ടുക എന്നുള്ളത്. നമുക്ക് നോക്കാം. അതിനായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടെന്ന് അറിയോ? കേരള PSC ഓൾറെഡി 2025 നടന്ന ഡിഗ്രി പ്രിലിമിനറി, അന്ന് നടന്ന എക്സാം എന്തൊക്കെയാ? അന്ന് മേജറായിട്ട് നടന്ന എക്സാം സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആയിരുന്നു. കഴിഞ്ഞ ഡിഗ്രി പ്രിലിംസ് 2025 നടന്ന മേജർ എക്സാം സെക്രട്ടറി അസിസ്റ്റന്റ് ആയിരുന്നു. പക്ഷെ അന്ന് ഒരു വ്യത്യാസമുണ്ട്, 2 ഫേസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കഴിഞ്ഞ വീഡിയോയിൽ എന്ത് പറ്റിയെന്നറിയോ? സെക്കൻഡ് ഫേസിലെ മാത്സ് എളുപ്പമാണെന്ന് ഞാൻ പറഞ്ഞു, എനിക്കൊരു തെറ്റ് പറ്റിയതാ. സെക്കൻഡ് ഫേസിലെ മാത്സ് അത്ര കണ്ട് എളുപ്പമല്ലായിരുന്നു, മോഡറേറ്റ് ലെവലായിരുന്നു. ഞാൻ സെക്കൻഡ് ഫേസ് എഴുതിയ ആളാണ്, എനിക്കറിയാം. ഞാൻ എഴുതിയപ്പോൾ മാറിപ്പോയതാണ്. അതിന് കുറേ കുട്ടികൾ കമന്റ് ചെയ്തിട്ടുണ്ട്. ആരും പേടിക്കണ്ട, ആ ക്ലാരിറ്റി ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ തരാം. ഓക്കെ, സോ ഈ ഒരു PDF ബേസ് ചെയ്തായിരിക്കും ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. കഴിഞ്ഞ വട്ടത്തെ ഒരു നിങ്ങൾക്ക് വായിച്ചാൽ അറിയാം, റിപ്പോർട്ട് ഓഫ് കമ്മിറ്റി ഫോർ സ്റ്റാറ്റിസ്റ്റിക്ഷൻ കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ടു സ്റ്റഡി ആൻഡ് സ്റ്റാൻഡർഡൈസേഷൻ പ്രൊസീജിയർ ഫോർ ഡിഗ്രി ലെവൽ കോമൺ പ്രിലിമിനറി 2025. ഈ തവണയും അതാ സംഭവിക്കാൻ പോകുന്നത്. കഴിഞ്ഞ വട്ടം സംഭവിച്ച ഒരു കഥ വെച്ചിട്ട് എന്ത് സംഭവിക്കും നമുക്ക് നോക്കാം. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അനാലിസിസ് ആണ്. കഴിഞ്ഞ വട്ടം അവർ പറഞ്ഞത് 2 രീതിയിലാണ് നമ്മൾ ചോദ്യത്തിനെ കാണുന്നത്. ദ ലാർജർ ദ പ്രൊപ്പോർഷൻ ഗെറ്റിംഗ് എ ക്വസ്റ്റ്യൻ റൈറ്റ്, ദ ഈസിയർ ദ ക്വസ്റ്റ്യൻ. അതായത് കൂടുതൽ കുട്ടികൾ ശരിയാക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്, എളുപ്പമാണ് നമ്മൾ വിചാരിക്കുക. ഓക്കെ, അങ്ങനെ നോക്കുമ്പോൾ 1 എന്ന് പറയുന്നത് ഈസി ക്വസ്റ്റ്യനും 0 എന്ന് പറയുന്നത് ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുള്ള ഇൻഡെക്സ് നമ്മൾ ഉണ്ടാക്കി. 0 to 1 വരെ പോകുന്ന ഇൻഡെക്സ് നമ്മൾ എല്ലാ ക്വസ്റ്റ്യനും ഉണ്ടാക്കുന്നു. 0 എന്ന് പറയുന്നത് എന്താണ്, ഡിഫിക്കൽട്ട് ആണ്. 1 എന്ന് പറയുന്നത് ഈസി ആണ്. ആ ലെവലിലുള്ള ഒരു ഇൻഡെക്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. വെറുതെ ആൾക്കാരല്ല ചെയ്തത്, സ്റ്റാറ്റിസ്റ്റിഷ്യൻസിനെ വിളിച്ച് മാത്തമാറ്റിഷ്യൻസിനെ വിളിച്ചിട്ടാണ് ആര് ചെയ്തത്, കേരള PSC അങ്ങനെ ചെയ്തതെന്നാണ് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഞാൻ ഇന്നലെ ഉണ്ടായ ആ ഒരു കൺഫ്യൂഷൻ ഒന്നുകൂടെ മാറ്റിത്തരാം കേട്ടോ, വിട്ടേരെ. ഓക്കെ, അങ്ങനെ വരുമ്പോ എന്ത് പറ്റി? അങ്ങനെ ഒരു വ്യത്യാസം വന്നപ്പോ ഈ ലെവലിലുള്ള ഒരു സ്ട്രാറ്റം കൂടി വെച്ചു. അതായത് 1-നും 0.1-നും ഇടയില്, 1-നും 0.1-നും ഇടയില്, 0.1-നും 0.2-നും ഇടയില്, അങ്ങനെ കുറെ ഏരിയാസിൽ അവിടെ നമ്മൾ എന്താ 1 എന്ന് പറയുന്ന ഒരു ഇൻഡെക്സിലേക്ക് നമ്മൾ അതിനെ ചേർത്തു. ഇത്രയും ഡിഫിക്കൽട്ടി ഉള്ളതിനെ 2-ലേക്ക് ഇട്ടു. അങ്ങനെ 1, 2, 3, 4 അങ്ങനെ 10 വരെ ലെവലുകളിലായിട്ട് ക്വസ്റ്റ്യനെ തിരിച്ചു. ക്വസ്റ്റ്യൻസിനെ ഈച്ച് ക്വസ്റ്റ്യൻ ഇൻ ക്വസ്റ്റ്യൻ പേപ്പർ ആർ ഡിവൈഡഡ് ഇൻടു 10 സ്ട്രാറ്റ, 10 ലെവലുകളിലായിട്ട് തിരിച്ചു. ഓക്കെ, 10 ലെവലുകളായിട്ട് ചോദ്യങ്ങളെ തിരിച്ചു. ഞാൻ ഈ പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടാൽ നിങ്ങൾക്ക് കഥ മനസ്സിലാവും, വലിയ സംഭവമൊന്നുമില്ല. ഓക്കെ, അങ്ങനെ തിരിച്ചതിന് ശേഷം അവർ എന്ത് ചെയ്യുന്നറിയോ? ഇങ്ങനെ കഴിഞ്ഞ വട്ടത്തിൽ 2025 പേപ്പറിന് ഇവരെന്ത് ചെയ്തു? മനസ്സിലാക്കാൻ നോക്കി, ഡീകോഡ് ചെയ്യാൻ വേണ്ടി നോക്കി. അങ്ങനെ ഡീകോഡ് ചെയ്തപ്പോൾ മനസ്സിലായ കാര്യം എന്താ? ഫേസ് 1 എന്ന് പറയുന്നതില് ഈ ചോദ്യങ്ങൾ നമ്മൾ ഷിഫ്റ്റ് A മാത്രം എടുത്തു എന്ന് വിചാരിക്കുക. ഫേസ് 1 എന്ന് പറയുന്ന ഫേസില് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, 7, 12, 13, 13, 6 അങ്ങനെ നോക്കിയാൽ അറിയാം. ഈ ഭാഗത്തുള്ളത് ഓക്കെ, 0 എന്ന് പറയുന്ന സ്ഥലം എന്താണ്? ഡിഫിക്കൽട്ട് ആണ്. 1 ഈസി ആണ്. ഫേസ് 1 ഈസിയുടെ ഭാഗത്താണോ ഡിഫിക്കൽട്ടിന്റെ ഭാഗത്താണോ നോക്കിയേ, നമുക്ക് മനസ്സിലാവും. ഫേസ് 1 എന്ന് പറയുന്നത് ഡിഫിക്കൽട്ടിന്റെ ഭാഗത്താണ്. ഡിഫിക്കൽട്ടി കൂടുതലാണ്. കണ്ടോ, ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ഇവിടെ കൂടുതൽ വരുന്നത്, ഈസി ആയിട്ടുള്ള ചോദ്യങ്ങൾ കുറവാണ്. ഈസിയിലോട്ട് ചെല്ലുന്നവരും ചോദ്യങ്ങൾ കുറവാണ്. തിരിച്ചാണ് എന്തിൽ വന്നത്? ഫേസ് 2 വന്ന്. കണ്ടോ, ഡിഫിക്കൽട്ടിലാണ് ഇവിടെ ഏരിയ കൂടുതൽ, ഡിഫിക്കൽട്ടാണ് കൂടുതൽ.
കണ്ടോ, ഡിഫിക്കൽട്ടി ഇപ്പുറം വന്നു. അങ്ങനെ വന്നപ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോൾ എന്ത് പറ്റി? അങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോൾ ഇവർ മനസ്സിലാക്കിയ ഒരു കാര്യം എന്താ? ഫേസ് 1 എന്ന് പറയുന്നതില് കൂടുതൽ ചോദ്യം ഡിഫിക്കൽട്ട് എന്ന് പറയുന്ന ഏരിയയിലും ഫേസ് 2 എന്ന് പറയുന്നതില് കൂടുതൽ ചോദ്യം ഈസി എന്ന് പറയുന്ന ഏരിയയിലുമാണെന്ന് മനസ്സിലാക്കി. ഓക്കെ, അങ്ങനെ 2 ഷിഫ്റ്റിൽ ഇവർ അനലൈസ് ചെയ്തു. നിങ്ങൾക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ അറിയാം, പറഞ്ഞാൽ മനസ്സിലാവാത്തവർ നോക്കുക. 7 കണ്ടോ, 12, 13, 13, 6. സോ ഈ ഭാഗം ഈസി ആയിട്ടല്ല, ഈ ഭാഗം ഡിഫിക്കൽട്ട് ആയിട്ട് കമ്പയർ ചെയ്യുന്നു. ഇവിടെ കാണാൻ കൂടുതൽ ചോദ്യങ്ങൾ എവിടെയാണ് കിടക്കുന്നത്? കൂടുതൽ ചോദ്യങ്ങൾ കിടക്കുന്നത് ഈസിയിലാണ്. ഇവിടെ നോക്കാം, കൂടുതൽ ചോദ്യങ്ങൾ കിടക്കുന്നത് ഡിഫിക്കൽട്ടിലാണ്. അങ്ങനെ വരുമ്പോ സ്വാഭാവികമായിട്ടും എന്ത് പറ്റും? ഫേസ് 1 ഇവര് ഡിഫിക്കൽട്ടായിട്ടും ഫേസ് 2 ഈസിയുമായിട്ട് കണ്ടു. ഈ ഒരു കൺക്ലൂഷനിലെത്തി. ഓക്കെ, അങ്ങനെ ഒരു ഇക്വേഷൻ വെച്ചിട്ട് ആ കൺക്ലൂഷനിലെത്തി. ഇനി അടുത്തതായിട്ട് അവർ എന്ത് ചെയ്തു? ഇങ്ങനെ ഒരു റേഷ്യോയും കൂടെ ഇട്ടു. ഫേസ് 1 എന്ന് പറയുന്നത് സ്കോർ ഓഫ് ഡിഫിക്കൽട്ടി എത്രയായിരുന്നു? 0.5ഉം ഫേസ് 2 എന്ന് പറയുന്നതിന്റെ സ്കോർ ഓഫ് ഡിഫിക്കൽട്ടി 0.44. ഓക്കെ, സോ ഫേസ് 2 കുറച്ചും കൂടെ ഈസി, ഫേസ് 1 കുറച്ചും കൂടെ ഡിഫിക്കൽട്ട്. അങ്ങനെയായി. ഇനി മാർക്കിനെ എങ്ങനെ ഇത് ബാധിക്കുക? മാർക്കിനെ എങ്ങനെ ബാധിക്കാൻ നോക്കുക. നിങ്ങളുടെ ആക്ച്വൽ പരീക്ഷയുടെ മാർക്ക് 42.5 ആണെങ്കിൽ 42 ആണെങ്കിൽ അതിനെ ഇൻടു ഡിഫിക്കൽട്ടി ഇൻഡെക്സ് ചെയ്യും. ഞാൻ നേരത്തെ കാണിച്ച ഡിഫിക്കൽട്ടി ഇൻഡെക്സ് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ നോക്കുമ്പോൾ 51 മാർക്ക് എന്ന് കാണും. ഏത്? ഫേസ് 1 കുട്ടികൾക്ക്. കാര്യം എന്താ? അത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പേപ്പർ ആയിരുന്നു. അവിടെ 42 ശരിക്കും മാർക്ക് വാങ്ങിച്ചവന്, ആക്ച്വൽ മാർക്ക് വാങ്ങിച്ചവന് 51 കിട്ടും. ആ സമയത്ത് ഫേസ് 2 51 മാർക്ക് വാങ്ങിച്ചവന് പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല, 51 തന്നെ കിട്ടും. ഓക്കെ, ഏകദേശം 42ഉം 51 ആവുമ്പോൾ ഏകദേശം എത്ര? 9 മാർക്കിന്റെ വ്യത്യാസം വന്നു. ഇത് മാർക്ക് കൂടുന്തോറും കൂടും. കണ്ടോ, 50 മാർക്ക് വാങ്ങിച്ചവൻ എത്ര കിട്ടും? 60 കിട്ടും. 10 മാർക്കിന്റെ വ്യത്യാസം വന്നു. മനസ്സിലായില്ലേ? സംഭവിച്ചത് എന്താ? ഫേസ് 1 ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഫേസിനെ സ്റ്റാൻഡർഡൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മാർക്ക് കൂടുതൽ കിട്ടുന്ന അവസ്ഥ വരും. അങ്ങനെ നോക്കുമ്പോ എന്താ, ഫേസ് 1ഉം ഫേസ് 2 തമ്മിൽ എന്ത് വ്യത്യാസം വരുത്തിയവര്? ഈ പറയുന്ന ഇൻഡെക്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാമെന്നാക്കി. മനസ്സിലായില്ലേ? അങ്ങനെ ചെയ്യാമെന്നാക്കി. അങ്ങനെ വരുമ്പോൾ ഈ തവണ എന്ത് പറ്റും? കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ എടുത്തപ്പോ എനിക്ക് ചെറിയൊരു അബദ്ധം പറ്റിയിരുന്നു. ആ അബദ്ധത്തിന് വേണ്ടിയിട്ട് എല്ലാവരും കമന്റ് ചെയ്തിട്ടുണ്ട്. ഫേസ് 2 മാത്സ് എളുപ്പമാണെന്ന് ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ട്. എളുപ്പമായിരുന്നില്ല, കുറച്ച് മീഡിയം ലെവലിലായിരുന്നു. ഞാനും ആ പരീക്ഷ എഴുതിയതാണ്, എറണാകുളത്ത് വെച്ചിട്ടാണ് ഞാൻ പരീക്ഷ എഴുതിയത്. ഫേസ് 2 മാത്സ് കുറച്ച് മോഡറേറ്റ് ലെവലായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഫേസ് 1ഉം ഫേസ് 2ഉം മോഡറേറ്റ് എന്ന് പറഞ്ഞാൽ ഡിഫിക്കൽട്ടിനോട് അടുത്ത് കിടക്കുന്നത്. അതായത് ഏകദേശം 20 ചോദ്യങ്ങളിൽ ഒരു 10 to 15 ചോദ്യങ്ങൾ ശരിയാക്കാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. ബാക്കി 2 നോക്കുമ്പോഴും ഫേസ് 3ഉം ഫേസ് 1ഉം നോക്കുമ്പോൾ ഫേസ് 2 കുറച്ചുകൂടി ഡിഫിക്കൽട്ട് ആയിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ മൊത്തത്തിൽ ഈ പരീക്ഷ എടുക്കുമ്പോൾ കഴിഞ്ഞ വട്ടത്തെ 2025 പോലെയല്ല. 2025 ഒരു ഫേസ് വളരെ ഡിഫിക്കൽട്ടും ഒരു ഫേസ് ഈസിയുമായപ്പോൾ എന്ത് പറ്റി? ആ വ്യത്യാസം വന്നു. അവിടെ വല്ലാത്ത വ്യത്യാസം. ഇവിടെ അങ്ങനെ ഭീകരമായിട്ടുള്ള വ്യത്യാസമൊന്നുമില്ല, ഒരൊറ്റ വ്യത്യാസമേ ഉള്ളൂ. ഞാൻ ഇന്നലെയും പറഞ്ഞു, ഫേസ് 2 മൊത്തത്തിൽ കുറച്ച് ഡിഫിക്കൽട്ടും ഫേസ് 1ഉം ഫേസ് 3ഉം ഏതാണ്ട് ഒരുപോലെയായിരുന്നു. ഒരു സ്ലൈറ്റ് ഡിഫറൻസ് ഉള്ളത് ഫേസ് 3ലാണ്. ഓക്കെ, അങ്ങനെ നോക്കുമ്പോൾ എന്ത് പറ്റും? ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ 2025 വെച്ച് അനലൈസ് ചെയ്യുമ്പോൾ, ചുരുക്കം പറഞ്ഞാൽ 2025 വെച്ച് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത്? അവിടുന്ന് നോക്കാം. 2025 ഞാനിവിടെ എഴുതാം. 2025 2026 അങ്ങനെ നോക്കുമ്പോൾ 2025 എന്ത് സംഭവിച്ചു? ഫേസ് 1 കുറച്ച് ഡിഫിക്കൽട്ടായി, ഫേസ് 2 കുറച്ച് ഈസി ആയി. ഇവർ തമ്മിൽ ഏറെക്കുറെ 9 മാർക്കിന്റെ വ്യത്യാസം ഉണ്ടായി. ഫേസ് 2കാർക്ക് ഫേസ് 1കാരെക്കാളും 9 മാർക്ക് കുറച്ചാണ് കിട്ടിയത്. അവർക്ക് സെയിം മാർക്ക് കിട്ടിയുള്ളൂ. ഫേസ് 2കാർക്ക് എന്ത് മാർക്ക് എഴുതിയോ അത് കിട്ടി. ഫേസ് 1കാർക്ക് എന്ത് പറ്റി? കുറച്ച് മാർക്ക് കൂടുതൽ കിട്ടി നോർമലൈസ് ചെയ്തപ്പോൾ. ഈ 2026 വരുമ്പോൾ ഫേസ് 1 ആൻഡ് ഫേസ് 2 അതും ഫേസ് 3 ആട്ടോ. ഫേസ് 2കാർക്ക് കുറച്ച് മോഡറേറ്റ് ടു ഡിഫിക്കൽട്ടാണ് വന്നത്. മോഡറേറ്റ് ടു ഡിഫിക്കൽട്ട്, GK ഒക്കെ നല്ല പാടായിരുന്നു. ഇവിടെ മോഡറേറ്റ് എന്നേ പറയാൻ പറ്റുള്ളൂ.
അങ്ങനെ വരുമ്പോൾ ഫേസ് 2കാർക്ക് എന്ത് കിട്ടും? കുറച്ച് നോർമലൈസേഷന്റെ മാർക്ക് കിട്ടാൻ സാധ്യത കൂടുതലാണ്. ഞാൻ PSU അല്ല, കമ്മിറ്റിയും അല്ല, എന്നാലും കുട്ടികളുടെ ഒരു അഭിപ്രായം മാനിച്ചുകൊണ്ട് ഞാൻ പറയാണ് ഇങ്ങനെയാണ് സംഭവിക്കാൻ സാധ്യതയുള്ളത്. ഇനി ഞാൻ ഈ പറഞ്ഞത് തള്ളിക്കളഞ്ഞാലും ഇക്വേഷൻ അത് തന്നെയാണ്. നിങ്ങൾക്ക് എന്താണോ തോന്നിയത്, നിങ്ങൾക്ക് തോന്നിയത് ഫേസ് 1 എന്ന് പറയുന്നത് എന്താ, ഈസി ടു മോഡറേറ്റ്, ഫേസ് 2 എന്ന് പറഞ്ഞത് മോഡറേറ്റ് ടു ഡിഫിക്കൾട്ട്, ഫേസ് 3 എന്ന് പറഞ്ഞത് മോഡറേറ്റ് എന്ന് മാത്രം വേണമെങ്കിൽ പറയാം. ഇങ്ങനെ നിങ്ങൾക്ക് തോന്നിയെങ്കിൽ നിങ്ങളുടെ ശരി എങ്ങനെയാന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യുക. എനിക്ക് ഏതാണ്ട് മനസ്സിലായത് ഇതാണ്. ഫേസ് 2-നായിരിക്കും നോർമലൈസേഷൻ മാർക്ക് കുറച്ച് നോർമലൈസ് ചെയ്യാൻ സാധ്യത, ഫേസ് 1 ആയിരിക്കും അവർ 1 ആയിട്ട് എടുക്കാൻ സാധ്യത, അല്ലെങ്കിൽ അത് വെച്ചിട്ടായിരിക്കും ബാക്കി മാർക്കുകൾ നോക്കുന്നത്. ഫേസ് 2-ൽ കുറച്ച് മാർക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഈ പറയുന്ന ബുദ്ധിമുട്ട് നോക്കിയിട്ട്. എന്നാലും 2025 സെക്രട്ടേറിയറ്റിന്റെ അത്രയും കൂടാൻ സാധ്യതയില്ല. 9 മാർക്കൊന്നും നോർമലൈസ് ചെയ്യാനുള്ള സാധ്യതയില്ല എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അങ്ങനെ ആവുമ്പോൾ ഇതെല്ലാം മാറ്റി നിർത്തുക. നിങ്ങൾക്ക് സ്റ്റാൻഡേർഡൈസേഷൻ എന്താണെന്ന് മനസ്സിലായി, നോർമലൈസേഷൻ എന്താണെന്ന് മനസ്സിലായി തന്നെ വിചാരിക്കുക. ഏകദേശം 40 മാർക്കിന്റെ ഫേസ് 1, ഫേസ് 2, ഫേസ് 3കാർ ഒഴിച്ച് ഫേസ് 2കാർക്ക് ഏകദേശം 40 മാർക്കിന്റെ മുകളിലുള്ള എല്ലാവരും പഠിച്ചു തുടങ്ങണം എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ വട്ടം 47 കട്ട് ഓഫ്. ഈ തവണ കട്ട് ഓഫ് അതിലും കൂടാൻ പോകുന്നില്ല. കാര്യം എന്താ, എക്സാം എളുപ്പമായിട്ടില്ല. സോ കട്ട് ഓഫ് ഇതിലും കൂടാനുള്ള സാധ്യത വളരെ കുറവാണ്. ഏകദേശം 47 ചുറ്റും തന്നെയായിരിക്കും. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യണം, ഒരു 40 മുകളിലുള്ള എല്ലാവരും പഠിച്ചു തുടങ്ങുക തന്നെ വേണം. ഒന്നുമില്ലെങ്കിലും കഴിഞ്ഞ വട്ടം ഇത് പറഞ്ഞ ബ്ലണ്ടർ എന്ന് പറയാമായിരുന്നു. ഈ തവണ കമ്പനി ബോർഡ് എന്ന് പറയുന്ന പരീക്ഷയുണ്ട്. കമ്പനി ബോർഡിൽ എന്ത് പറ്റി, 2000 പേര് ഒരു ലിസ്റ്റിലെടുത്തു, വേറൊരു ലിസ്റ്റിന് 900 പേരെടുത്തു. ഏകദേശം ഇവർ രണ്ടുപേരും ഏതാണ്ട് ഡ്യൂപ്ലിക്കേഷൻ ആയിരിക്കും. 3000 പേരുടെ അടുത്ത ലിസ്റ്റിൽ പോയി. ഇനി ഈ പറയുന്ന യൂണിവേഴ്സിറ്റി ടെസ്റ്റിൽ എത്ര പേര് പോയി? ഏകദേശം 300+ ഒഴിവുകൾ പോയി. 358 ലാസ്റ്റ് ഞാൻ നോക്കുമ്പോൾ. SIയിലും തീരെ കുറവല്ല, 100ഓളം പേരെ എടുത്തു. ഇപ്പൊ ലാസ്റ്റ് 30 പേരെടുത്തു, ഒറ്റയടിക്ക് എടുത്തു. അപ്പോ കുറവാന്ന് പറയരുത്. 47 ഇവിടെയും അടുത്ത വട്ടവും ഇത്രയും തന്നെ പോകാനുള്ള സാധ്യതയുണ്ട്. കമ്പനി ബോർഡിൽ ഇതിൽ കൂടുതൽ പോകാനുള്ള സാധ്യതയുണ്ട്. സോ 40ന്റെ ഏരിയയിലുള്ളവര് 35+ ഉള്ള എല്ലാവരും കമ്പനി ബോർഡിന് വേണ്ടി തുടങ്ങുക. 40, 42, 43 ആ ഏരിയയിലുള്ള എല്ലാവരും യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റും SIയും പഠിച്ചു തുടങ്ങുക. SIക്ക് വേറൊരു ഗുണം കൂടെ ഉണ്ട്. എന്താ, ഫിസിക്കൽ ഉള്ളതുകൊണ്ട് ഏകദേശം 50% ആളുകൾ എന്ത് ചെയ്യും, ഫിസിക്കലിന് തോൽക്കാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് ഇവർ എന്ത് ചെയ്യും, കൂടുതൽ ആൾക്കാർ SIയിൽ എടുക്കുമ്പോൾ കട്ട് ഓഫ് കുറയാനുള്ള സാധ്യതയുണ്ട്. സോ SIയുടെ കട്ട് ഓഫ് വല്ലാതെ ഒന്നും കൂടാൻ പോകുന്നില്ല. ഓക്കെ, സോ ഇങ്ങനെ ആയിരിക്കും കട്ട് ഓഫ് എന്ന് മനസ്സിലാക്കി, സ്റ്റാൻഡർഡൈസ് ചെയ്യുന്നത് ഇങ്ങനെയാണെന്ന് മനസ്സിലാക്കി പഠിക്കാൻ തുടങ്ങുക. നിങ്ങളുടെ ആത്മവിശ്വാസത്തിന് വേണ്ടി മാത്രം ഈ വീഡിയോ ചെയ്യുന്നത്, അല്ലാതെ ഞാൻ പറയുന്നതെല്ലാം കറക്റ്റാ ഇങ്ങനെ വരുള്ളൂ അങ്ങനെയല്ല. ആത്മവിശ്വാസം നിങ്ങൾ കൊണ്ടുവരിക, പഠിക്കാൻ തുടങ്ങുക. അവിടെയും നിങ്ങൾ എന്ത് ചെയ്യണ്ട, ഇപ്പൊ തന്നെ ജനറൽ ടോപ്പിക് പഠിച്ച് നിരാശരാവേണ്ട കാര്യമില്ല. സ്പെഷ്യൽ ടോപ്പിക് പഠിച്ച് നിരാശരാവേണ്ട കാര്യമില്ല. ജനറൽ ടോപ്പിക് പഠിച്ചു തുടങ്ങുക. ഞാൻ ഇന്നലെയും പറഞ്ഞത്, കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു തുടങ്ങിയത് അതാണ്, ജനറൽ ടോപ്പിക് പഠിച്ചു തുടങ്ങുക. ഓക്കെ, അപ്പോഴേക്കും സിലബസിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും. എന്നിട്ട് നമുക്ക് സ്പെഷ്യൽ ടോപ്പിക് പഠിക്കാം. കമ്പനി ബോർഡിൽ ആകെ 5 മാർക്കേ സ്പെഷ്യൽ ടോപ്പിക് ഉള്ളൂ. ഒന്ന് മനസ്സിലാക്കുക, കമ്പനി ബോർഡിൽ ആകെ 5 മാർക്കേ സ്പെഷ്യൽ ടോപ്പിക് ഉള്ളൂ. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് വേറൊരു പേപ്പർ വരാനുള്ള സാധ്യതയുണ്ട്. ഇത്രയും സിലബസ് വൈകിയ സ്ഥിതിക്ക് ആ സാധ്യതയും തള്ളിക്കളയാം. ഒറ്റ പേപ്പർ ആയിരിക്കും തന്നെ വിചാരിക്കാം. അവിടെയും ജനറൽ ടോപ്പിക് എന്ന് പറയുന്നത് വലിയൊരു കണക്കാണ്. ഏകദേശം 70+ ഡേയ്സ് ഉണ്ട്. നിങ്ങൾ തന്നെ മനസ്സിലാക്കുക, പഠിക്കുക. വേറെ പ്രത്യേകം ചെയ്യാനില്ല. ഇനി സമയം കളയാനില്ല എന്നുള്ളത് മനസ്സിലാക്കുക. ഇതെല്ലാം മനസ്സിലാക്കുക, പഠിച്ചു തുടങ്ങുക. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, കമ്പനി ബോർഡ്, SI 3നും ക്ലാസ്സുകൾ ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. എക്സ്പെർട്ട് ലെവലുള്ള ഫാക്കൽറ്റീസ്. 70 ദിവസം കൊണ്ട് ഏകദേശം 60-65ഓളം മാർക്ക് നമുക്ക് വാങ്ങിക്കേണ്ടത്. പലരും 70 മാർക്ക് വാങ്ങിക്കണം എന്നൊക്കെ പറയും. 70ലേക്കൊന്നും പോയില്ല. ഒരു 60+ മാർക്ക് കിട്ടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത്ര കണ്ട് എളുപ്പമല്ല, കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. ഓക്കെ, സോ നിങ്ങൾ ഫേസിൽ നിങ്ങൾക്ക് എത്ര മാർക്കും ആയിക്കോട്ടെ, 35-40ന്റെ അടുത്തുണ്ടെങ്കിൽ പഠിച്ചു തുടങ്ങുക. അവിടെ മാത്സ് പാടായി, ഇംഗ്ലീഷ് എളുപ്പമായി, അത് നോക്കേണ്ട കാര്യമില്ല. ഒരുപാട് ബുദ്ധിമുട്ടാണ്. നിങ്ങൾ പറയുന്നത് ജെനുവിൻ ആണെന്നുണ്ടെങ്കിൽ നോർമലൈസേഷൻ അത് കാണാം. ഇത് ഇക്വേഷൻസ് വെച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത്. സ്റ്റാറ്റിസ്റ്റിഷ്യൻസ് കൊടുക്കുന്ന നമ്മുടെ ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ, ബാർ ഡയഗ്രാം ഇതെല്ലാം പഠിച്ചിട്ടുണ്ട് സ്കൂളിൽ, എലമെന്ററി സ്റ്റാറ്റിസ്റ്റിക്സ്. അത് വെച്ചിട്ടാണ് ഇതിന്റെ ഇക്വേഷൻ മൊത്തം ഉണ്ടാക്കുന്നത്. സോ ഇതിൽ ആർക്കും ഫേവർ ചെയ്യില്ല, ലക്ക് ഫാക്ടർ ഉണ്ടാവും. എന്നാലും ഒരു പരിധി വിട്ടുള്ള ഫേവറിങ് ആരെയും ഉണ്ടാവില്ല. 3 ഫേസ് ആയിട്ട് നടത്തുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ എന്തായാലും ഉണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല.
ഒരു എക്സ്പെർട്ട് ഫാക്കൽറ്റിയുടെ കൂടെ എക്സ്പെർട്ട് മെന്റർ, ഇപ്പോൾ ഈ SI എല്ലാം ക്വാളിഫൈ ചെയ്യുന്ന കുട്ടികൾ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ നിങ്ങളുടെ ഒരു ഫ്രണ്ടിൽ നിങ്ങളുടെ കൂട്ടുകാരനായിട്ട് ഒരാൾ ഉണ്ടായിരുന്നെങ്കിൽ എളുപ്പമാണെന്ന് തോന്നില്ലേ? ആ ഒരു സാധനമാണ് ഞങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നത്. ഇനിയുള്ള കുറച്ച് ദിവസങ്ങളിൽ വ്യക്തമായിട്ടുള്ള ലൈവ് ടൈം ടേബിൾ, വ്യക്തമായിട്ടുള്ള ക്ലാസ്സുകൾ വെച്ചിട്ട് തന്നെ പഠിച്ചു തുടങ്ങാം. സ്റ്റഡി പ്ലാനുമായിട്ട് കൂടുതൽ വീഡിയോസുമായിട്ട് ഇനിയും വരുന്നുണ്ടാവും. കട്ട് ഓഫ് മനസ്സിലാക്കി, പരീക്ഷയെ മനസ്സിലാക്കി തന്നെ പഠിക്കുക. എല്ലാവർക്കും ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു.